ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പദ്ധതി എന്ന് പറയുന്നത് ഈ നവംബർ മാസം 1-ാം തീയതി കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ നാട് അതിദരിദ്രരില്ലാത്ത ഒരു നാടായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ആ ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളിലൂടെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം പദ്ധതി നടപ്പിലാക്കാൻ കിട്ടുന്ന 5, 6 അല്ലെങ്കിൽ 7 കോടി രൂപ, ആ 7 കോടി രൂപയിൽ നിന്ന് നിർബന്ധിതമായിട്ടുള്ള വകയിരുത്തലുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 50-51% രൂപ നിർബന്ധമായിട്ടും നാടിന്റെ വികസനത്തിന് നിർബന്ധിത വകയിരുത്തലുകൾ എന്ന രീതിയിലേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന പണം കൊണ്ടാണ് നമുക്ക് ആ വർഷത്തെ വാർഷിക പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് R മല്ലിക, വൈസ് പ്രസിഡന്റ് രമ്യ ടീച്ചർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹംസ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലത സാനു, ഗീത രാധാകൃഷ്ണൻ, N യശോദ, KM അസീസ്, K സുധീഷ്, സ്വയം പ്രഭ, V ബേബി, K നീതു, PA ബാബു, KM ഷക്കീർ, പ്രദീപ്, V കൃഷ്ണൻകുട്ടി, S സുജ, രാധ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.